കേരളത്തിൽ കൊമേഴ്ഷ്യലി മാവ് കൃഷി ചെയ്യുന്ന ബെൽറ്റ് പാലക്കാട് ജില്ലയിലെ മുതലമട ഭാഗങ്ങളിലാണ് ഏറ്റവും നല്ല രീതിയിൽ കൊമേഴ്ഷ്യലി കേരളത്തിൽ മാവ് കൃഷി ചെയ്തു വരുന്നത്. അവിടുത്തെ മാങ്ങക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിൽ ഏറ്റവും ആദ്യം വിപണിയിലെത്തുന്ന ഒരു ബെൽറ്റാണത്. മാങ്ങ ഏറ്റവും ആദ്യം വിപണിയിലെത്തിക്കാൻ പറ്റുന്നത് ഈ പാലക്കാട് മുതലമട ബെൽറ്റുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വില കിട്ടാറുണ്ട്. ചില സീസണുകളിൽ രോഗങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ വന്നാൽ ചെറിയ ബുദ്ധിമുട്ട് നേരിടാറുണ്ടെങ്കിലും ഏറ്റവും ആദ്യം വിപണിയിലെത്തിക്കുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ ആ ഒരു വില കിട്ടാറുണ്ട് മിക്ക സമയങ്ങളിലും. അതുപോലെ നമ്മളെ വീട്ടുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വളം ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, അതുപോലെ എന്തൊക്കെയാണ് പരിപാലന മുറകൾ ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ നമ്മളെ നാട്ടിൽ പലപ്പോഴും മാവൊക്കെ നോക്കുമ്പോൾ കാണാം ഒരുപാട് ഉയരത്തിലായിരിക്കും, പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാത്ത. പക്ഷെ നമ്മൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലോ ഒക്കെ പോയി നോക്കിയാൽ നമുക്കറിയാം നമ്മളെ കയ്യെത്തും ദൂരത്തോ അല്ലെങ്കിൽ ചെറിയൊരു ഉയരത്തിലോ ആയിരിക്കും മാവ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം മാവിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ് അതിൻ്റെ പ്രൂണിങ്, ട്രെയിനിങ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ, കൊമ്പ് കോതുന്ന പ്രവർത്തനങ്ങൾ. അത് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ പറയാൻ എന്താണെന്ന് വെച്ചാൽ മാവിൻ്റെ സെൻട്രൽ സ്റ്റെമ്മിന് വ്യക്തമായിട്ട് വെയിലടിക്കുന്ന രീതിയിൽ അതിന് തടസ്സമായി വരുന്ന എല്ലാ കമ്പും മറ്റും ഇതെല്ലാം വെട്ടി വൃത്തിയാക്കണം ഓരോ സീസൺ കഴിഞ്ഞാലും. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് വിളവ് ലഭിക്കുള്ളൂ. അപ്പോൾ ശരിക്കും ഈ പ്രൂണിങ്ങിന് പറയുന്ന സമയം ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ശരിക്കും നമ്മൾ പ്രൂൺ ചെയ്യണം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് പല വീഡിയോകളും നോക്കി പഠിച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഏകദേശം നട്ട് ഒരു വർഷം മുതൽ തന്നെ നമ്മൾ ഈ ട്രെയിനിങ്ങും അതിനുശേഷം പിന്നീടുള്ള വർഷങ്ങളിൽ പ്രൂണിങ്ങും ചെയ്ത് മാവിനെ കൃത്യമായിട്ട് നമുക്ക് വേണ്ട ഷേപ്പിൽ നിലനിർത്തണം. അത് ഏറ്റവും ആവശ്യമുള്ളതാണ്. അത് ഒരുപാട് രോഗങ്ങൾ വരുന്നതും അതുപോലെ കീടങ്ങളുടെ ആക്രമണമൊക്കെ കുറക്കാൻ കൂടി കൂടുതൽ സഹായിക്കും. അതുപോലെ വിളവ് കൂടുതൽ വർദ്ധിപ്പിക്കാനും സഹായിക്കും. അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ ഓരോ സീസണിലെ ഹാർവസ്റ്റ് കഴിഞ്ഞാലും അതുപോലെ അടുത്ത സീസണിൽ റെഡി ആവുന്ന സമയത്തും എല്ലാം നമ്മൾ ഈ കൊമ്പ് കോതി വൃത്തിയാക്കി വെക്കണം. അത് ഫലവൃക്ഷ തൈകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കൊമ്പ് കോതൽ. അതുപോലെ പിന്നെ വളപ്രയോഗത്തിലോട്ട് വരുമ്പോൾ മാവിനും നമ്മളിപ്പോൾ തെങ്ങിനൊക്കെ വളം ചെയ്യുന്നുണ്ട് ഇപ്പോൾ വില കൂടിയപ്പോൾ ആളുകൾ, അതുപോലെ മാവും വളപ്രയോഗം ആവശ്യമുള്ള ഒരു ക്രോപ്പാണ്. അതിനും വേണ്ട മൂലകങ്ങളൊക്കെ കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് വേണ്ട രീതിയിലുള്ള വിളവ് ലഭിക്കുള്ളൂ. അപ്പം മാവിന് നമ്മളിപ്പോൾ അതേപോലെ തെങ്ങിനൊക്കെ തടം തുറക്കുന്ന പോലെ മാവിനും തടം തുറക്കണം. ഏകദേശം 2 മീറ്റർ തെങ്ങിന് തടം തുറക്കുന്ന രീതിയിൽ 2 മീറ്റർ വ്യാസത്തിലാണ് തടം തുറക്കേണ്ടത്. ഏകദേശം ഒരു 1/2 മുതൽ 1 അടി വരെ ആഴം വരുന്ന രീതിയിൽ 2 മീറ്റർ വിസ്താരത്തിലും അതുപോലെ 1 അടി താഴ്ച വരുന്ന രീതിയിലും തടം തുറക്കണം. ശരിക്കും നമ്മൾ ഇതിൻ്റെ കമ്പുകൾ എത്ര വരുന്നോ ആ ഒരു രീതിയിൽ വേരുപടലവും വ്യാപിക്കും എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ കൃത്യമായിട്ട് തടം തുറക്കണം. എന്നിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം മണ്ണിൻ്റെ പുളിപ്പ് രസം. നമുക്കറിയാം കേരളത്തിലെ മണ്ണുകൾ പുളിപ്പ് രസം കൂടുതലുള്ളതാണ്. ഇപ്പോൾ pH അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വളപ്രയോഗം നടത്തിയാൽ മാത്രമേ കൃത്യമായിട്ട് ഈ ഫലവൃക്ഷങ്ങൾക്ക് മാവിനൊക്കെ നമ്മൾ കൊടുക്കുന്ന വളം കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് തടം തുറന്ന് കൃത്യമായി പറഞ്ഞ രീതിയിൽ തുറന്ന ശേഷം കുമ്മായ ഇട്ട് കൊടുക്കണം. ഏകദേശം 1-1.5 കിലോ വരെയൊക്കെ നമ്മളെ നാട്ടിലെ മണ്ണിൻ്റെ ഘടനയ്ക്കൊക്കെ അനുസരിച്ചിട്ട് വേണ്ടി വരും. അപ്പോൾ അത് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ മണ്ണ് പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് എത്ര കുമ്മായം ഇടണമെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരു ആവറേജ് ഒരു 1 to 1.5 കിലോ കുമ്മായം ഇടണം. ശേഷം ഒരു 2 ആഴ്ച വെയിറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ മാവിന് NPK വളങ്ങൾ ഏറ്റവും അത്യാവശ്യമാണ്, നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് യൂറിയ, രാജ്ഫോസ് അല്ലെങ്കിൽ മുസോരിഫോസ്, പിന്നെ അതുപോലെ പൊട്ടാഷ്യം, ഈ 3 വളങ്ങൾ, യൂറിയയും വേണം, രാജ്ഫോസ് ഓർ മുസോരിഫോസ് അല്ലെങ്കിൽ പൊട്ടാഷ്യം, ഈ 3 വളങ്ങളും നമ്മൾ കൃത്യമായിട്ട് മാവിന് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് കൊടുക്കേണ്ട അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂറിയ എന്ന് പറയുമ്പോൾ മാവിൻ്റെ പ്രായത്തെ അത് 45 എന്നുള്ള ഒരു സംഖ്യയോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ 10 വർഷം പ്രായമായ മാവാണെങ്കിൽ നമ്മൾ ഏകദേശം 450 ഗ്രാം യൂറിയ വേണം. അതുപോലെ രാജ്ഫോസ് ഏകദേശം 100 ഗ്രാമാണ് വേണ്ടത്. അതിനെ പ്രായത്തോട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ 10 വർഷത്തായതാണെങ്കിൽ ഏകദേശം 1 കിലോ രാജ്ഫോസ് വേണം. പൊട്ടാഷ് 50ഓട് മൾട്ടിപ്ലൈ ചെയ്യണം പ്രായത്തെ ഉണ്ട്. അപ്പോൾ 10 വർഷമായതാണെങ്കിൽ ഏകദേശം 500 ഗ്രാം പൊട്ടാഷ്. ഈ ഒരു തോതിലാണ് നമ്മളതിൻ്റെ പ്രായത്തിനെ കൺസിഡർ ചെയ്തിട്ട് വേണം ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ 45 യൂറിയ,
മാവിൻ്റെ പ്രായം ഇൻറ്റു 45 ആ കിട്ടുന്ന സംഖ്യയാണ് യൂറിയയുടെ അളവ്. അതുപോലെ മാവിൻ്റെ പ്രായം ഇൻറ്റു 100 അതാണ് രാജ്ഫോസിൻ്റെ അളവ്. അതുപോലെ മാവിൻ്റെ പ്രായം ഇൻറ്റു 50 അതാണ് പൊട്ടാഷിൻ്റെ അളവ്. ഈ ഒരു തോതിലാണ് നമ്മൾ ഒരു രീതിയിൽ വളം ചെയ്യേണ്ടത്. ഇനി ചെറിയ മാവുകൾ, നമ്മളെ വീട്ടുമുറ്റത്തൊക്കെയുള്ള മാവുകൾ വലിയ ഹൈറ്റിലൊന്നും ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് ഏറ്റവും സുഖം ഇപ്പം ഈ തടം തുറക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും വലിയ ഹൈറ്റ് ഇല്ലാത്ത മാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോളിയാർ വളങ്ങൾ കിട്ടും. അതൊന്നുകൂടി അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്, കുറച്ച് കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാവുകൾ കൂടിയാണ് ഉള്ളത്. അപ്പോൾ അതിൽ നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഫലവൃക്ഷങ്ങളിലൊക്കെ 13.045 അഥവാ പൊട്ടാഷ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന വളമാണ്. അത് നമ്മളൊരു 2 ആഴ്ചയിലൊരിക്കൽ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള തോതിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് നമ്മളുടെ ഒരു സെപ്റ്റംബർ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഏകദേശം പല സ്ഥലങ്ങളിലും പല സമയത്താണ്. ഈ വർഷമൊക്കെ ഇപ്പോൾ ഈ സമയത്ത് തന്നെ മാവുകൾ റോഡ് സൈഡിലൊക്കെ പൂത്തു നിൽക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ഡിസംബറിലൊക്കെയാണ് നമ്മൾ ജനറലി ഒരു സമയം പറയുന്നത്. അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ മുതൽ കൃത്യമായിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പൂത്ത ശേഷവും വേണമെങ്കിൽ കായ വരുന്ന സമയത്തിന് മുമ്പായിട്ട് SOP എന്ന് പറയുന്ന സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഉണ്ട്, 0050 എന്ന് പറയുന്ന സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് SOP എന്ന് പറയുന്നത്. അത് നമ്മുടെ വരുന്ന കായകൾ കൂടുതൽ ഭംഗിയുള്ളതും വലുപ്പമുള്ളതൊക്കെ ആക്കി മാറ്റാൻ സഹായിക്കും. അപ്പോൾ മാവിൽ അതും സ്പ്രേ ചെയ്യാം. അപ്പോൾ ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ സെപ്റ്റംബർ സമയം മുതൽ 2 ആഴ്ചയിലൊരിക്കൽ 13.045 10 ഗ്രാം 1 ലിറ്ററിൽ എന്നുള്ള തോതിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ മാവിൽ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. പ്രധാനമായിട്ട് കീടങ്ങൾ നമ്മളെ ലീഫ് കട്ടിങ് വീവുകളുണ്ട്. നമ്മളെ തൂമ്പല വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഒരു കത്രിക വെച്ച് വെട്ടിയ പോലെ തൂമ്പലയാണ് കൃത്യമായിട്ട് വന്ന സമയത്ത് തന്നെ വെട്ടിക്കളയുന്നത്. അത്തരം പ്രാണികളും അതുപോലെ വെബിങ് ഇൻസെക്റ്റ് നമ്മളെ ഇലകളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു നെറ്റ് പോലെ ആക്കി മാറ്റുന്ന, അപ്പോൾ അതൊക്കെയാണ് വരാറുള്ളത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്രൂൺ ചെയ്താൽ ഈ വെബിങ് ഇൻസെക്റ്റിൻ്റെ ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ലീഫ് കട്ടിങ് വീവുകൾ പൊതുവെ എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഫീമെയിൽ എഗ്ഗ് ലേ ചെയ്യുന്നത് ഈ ലീഫിൻ്റെ അറ്റത്തായിരിക്കും. എന്നിട്ട് മെയിൽ അത് കട്ട് ചെയ്ത് കളയും. വീണ്ടും ഈ താഴെ വീണ ഇലയിൽ നിന്നാണ് വീണ്ടും അടുത്ത പ്രാണി വന്നിട്ട് ഇത് കട്ട് ചെയ്യുന്നത്. ഇതൊരു സൈക്കിൾ പോലെ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കട്ട് ചെയ്ത് ഇടുന്ന ഇലകൾ എത്രയും പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കത്തിച്ച് നശിപ്പിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുക. പിന്നെ അതുപോലെ നമുക്ക് ഇലകളിൽ ഈ റിപ്പലൻ്റായിട്ട് നമുക്കിപ്പോൾ ചില സ്മെല്ലുള്ള ജൈവ കീടനാശിനികളൊക്കെ ഉണ്ട്. വേപ്പെണ്ണ അധിഷ്ഠിത കീടനാശിനികൾ, അസാഡിറക്റ്റിന് അല്ലെങ്കിൽ നിംബിസിഡി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താലും അത് ഇടവിട്ട ഇൻ്റർവെല്ലുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ ചെയ്താലും നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ കട്ട് ചെയ്ത് വീഴുന്ന ഇലകൾ എത്രയും പെട്ടെന്ന് എടുത്ത് കത്തിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ശരിക്കും വലിയ തോതിൽ മാവിലൊക്കെ നഷ്ടം ഉണ്ടാക്കുന്ന ഒരു ക്രോപ്പാണ്. വലിയ തോതിൽ ഇലകളൊക്കെ വെട്ടിക്കളഞ്ഞ് നമ്മളുടെ ഈൽഡിനെ ബാധിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. ഇനി അതിരൂക്ഷമായിട്ട് വരികയാണെങ്കിൽ തൊട്ടടുത്ത കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ടാൽ അവിടുത്തെ കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം രാസകീടനാശിനികളുണ്ട്, അതും ഉപയോഗിക്കാൻ പറ്റും. അപ്പം ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കീടനാശിനികൾ നോക്കി കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ടാൽ അവർ കൃത്യമായിട്ടുള്ള റെക്കമെൻഡേഷൻ തരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കീടനാശിനികളും ഉപയോഗിക്കാം.